ഹലോ ഗായ്സ്, എല്ലാവർക്കും ശ്രീയ രതീഷിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തോൽനൂരാണ് കേട്ടോ. തോൽനൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മായിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ചെറിയൊരു വീടും ചെടികളൊക്കെ കാണിച്ചു തരാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ചെടികളൊക്കെ കാണാം. കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് കേട്ടോ. ഇനി മുതൽ വീഡിയോസൊക്കെ എടുക്കാം. അപ്പം നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട്. നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡായിട്ട് കുറച്ച് മണി പ്ലാന്റുകൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കുറേ നമ്മൾ മാത്തൂർക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചെടി കൊണ്ടുപോകണം. നമ്മൾ ഇനി പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ പോകും, അല്ലെങ്കിൽ മറ്റന്നാൾ കേട്ടോ. അപ്പം നമുക്ക് ഈ ചെടിയും കൊണ്ടുപോകണം. ഇതൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. ഈ ചെടി ഒക്കെ വീട്ടിലുണ്ട്. നമുക്ക് പിന്നെ ഇത് ഒരു വലിയൊരു മണി പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് ഇപ്പുറത്ത് കൂടെ പോവാം. ഇവിടെയും കുറേ മറ്റേ ചെണ്ടരത്തി അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു നായി ഉണ്ടായിരുന്നു, 2 നായ്ക്കളുണ്ടായിരുന്നു. ഒന്ന് ജൂലി പെട്ടെന്ന് ചത്തുപോയിട്ടോ. ഒരു വെള്ള കളർ നായായിരുന്നു. ഒരു ബ്ലാക്ക് കളർ നായി കഴിഞ്ഞ ആഴ്ച ആണ് തോന്നുന്നു മരിച്ചത്. അപ്പം അതിൽ കോഴി വായിച്ചതാണ് കേട്ടോ. ഇവിടെ കുറേ വാഴത്തോട്ടങ്ങൾ, പിന്നെ ഒരു തെങ്ങ് അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കറ്റാർവാഴ. ഇതേതാ ചെടിയെന്ന് എനിക്കറിയില്ല. ചെടി മാങ്ങ മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ കൂടെ പോവാം. ഈ സൈഡായിട്ട് ഈ ഒരു ചെടിയുണ്ട്. പിന്നെ ഈ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വീട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡായിട്ട് ഇങ്ങനൊരു അവിടെയും ചെടിയാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ചെടികളാണ് കാണാം. ഇതൊക്കെ മാത്തൂരുണ്ട് കേട്ടോ. അത് നല്ല രസമല്ലേ ഇങ്ങനെ ആഴ്ച ഒരു കുട്ടിമതിരി കൂടെ വെച്ചപ്പോൾ നല്ല രസം. ഈ ഒരു ചെടി എനിക്ക് കൊണ്ടുപോകണം. ഈ ഒരു വെള്ള കളർ പൂവ് വരുന്നതാണ് കേട്ടോ. അത് മേലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയറായ ആ പൂവ് കാണും. അപ്പം നമുക്ക് മേലെ പോയിട്ട് ആ പൂ കാണാം. ഇത് ആനപ്പാട അങ്ങനെ എന്തോ ഒരു ചെടിയാണ് കേട്ടോ. ആനൻ്റെ എന്തോ ആണ്. ഇതാണ് കേട്ടോ വീട്. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കാണാം. ഇതൊക്കെ കയറാം കേട്ടോ. ഇത് ഒരു സിറ്റൗട്ട് കേട്ടോ. സിറ്റൗട്ട് കയറുമ്പോൾ തന്നെ പിന്നെ ഈ ഒരു ആനപ്പട്ടം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. എൻ്റെ അമ്മായി ഉണ്ടാക്കും കേട്ടോ. ആനപ്പട്ടം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ടൊരു TV ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ തന്നെ ആയിട്ട് കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റിയത് കാണിച്ചു തരാം. ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു അറ പോലെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോക്ക് കേസ് പോലെ സാധനങ്ങൾ വെക്കേണ്ടതുണ്ട് കേട്ടോ. കണ്ണൻ, വിളക്ക് അങ്ങനെയൊക്കെ വെക്കേണ്ടത്. പിന്നെ ഇവിടെ ഒരു പൂജ ഇതിൻ്റെ ഒരു കൂടലും. പിന്നെ ഇപ്പുറത്തേക്ക് ഞങ്ങൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ റൂമിലാണ് കേട്ടോ കിടക്കുക. ഇത് അപ്പാപ്പൻ്റെയും അമ്മമ്മൻ്റെയും റൂമാണ്. അച്ഛൻ കിടക്കുന്നുണ്ട്, ഉണ്ണിയും കിടക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ വേറെ റൂമിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റൂമിലാണ് കേട്ടോ അതുള്ളത്. നമുക്ക് ഇതിലേക്ക് പോവാം. പോണ വഴിയിൽ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാ കേട്ടോ ബാത്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു റൂമാണ് കേട്ടോ. ഇത് സകിലേട്ടൻ്റെ റൂമാണ്. സകിലേട്ടൻ്റെ ഫോട്ടോ ഇല്ല കേട്ടോ കാണിച്ചു തരാൻ. സകിലേട്ടനും അഖിലേട്ടനുമാണ്. അത് സകിലേട്ടൻ്റെ റൂമാണ്. ഇവിടെ അതേപോലത്തെ സാധനങ്ങളും നമ്മൾ അച്ഛൻ കിടക്കുന്ന റൂമിൽ കണ്ടത് കേട്ടോ. ഇതേപോലത്തെ ക്ലിയർ ഉണ്ടാകുന്ന അറിയില്ല കേട്ടോ. ക്ലിയർ അല്ല തോന്നുന്നു. പിന്നെ ഇപ്പുറത്തായിട്ട് ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സാധനം. പിന്നെ ഒരു ഡൈനിങ് ടേബിളാണ് കേട്ടോ അത്. ഡൈനിങ് ടേബിളിൻ്റെ ഇപ്പുറത്തായിട്ട് ഗ്ലാസ്സുകൾ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയത്, ജഗ്ഗുകൾ അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനങ്ങളുണ്ട്. ഇതാ കണ്ടോ. പിന്നെ അടുത്തതായിട്ട് പിന്നെ അടുക്കളയാണ് കേട്ടോ.
പിന്നെ ഇവിടെ കുറേ മാങ്ങയുണ്ട് കേട്ടോ. അതൊന്ന് മറ്റേത് വാഷ്. പിന്നെ അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിലും ഇതേപോലെ മറ്റേ സാധനമാണ് കേട്ടോ, എന്താ പറയുക, ഇങ്ങനെ നിങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ മറ്റേ അറകളില്ലേ, അതാണ് കേട്ടോ. കുറേ സിഞ്ചികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയതാണ്. പിന്നെ അടുത്തതായിട്ട് ഇതാ ഒരു വാഷ് ബേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ മുളക് പൊടി ഒക്കെ വയ്ക്കാൻ പറ്റിയത്, പ്ലേറ്റ് വയ്ക്കാൻ പറ്റിയത്, പിന്നെ ഗ്യാസ്, പിന്നെ ഫ്രിഡ്ജ് കാണിച്ചു തരാം കേട്ടോ. ഫ്രിഡ്ജ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഇങ്ങനത്തെ, പിന്നെയും നമ്മൾ ഇത്ര നേരം കണ്ട പോലത്തെ അതിൻ്റെ ഉള്ളിൽ കുറേ പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മമ്മ. പിന്നെ ഇവിടെ പിന്നെ സ്പൂണുകൾ, കരണ്ടികൾ അതൊക്കെ വയ്ക്കാം. പിന്നെ ഇപ്പുറത്തായിട്ട് ഗ്യാസ് വെക്കേണ്ടത്, ഗ്യാസിൻ്റെ എയർ പോകാനുള്ളൊരു സാധനം. പിന്നെ നമുക്ക് ഇനി മേലെ പോവാം കേട്ടോ. ഇതേ കൂടെയാണ് കേട്ടോ മേലെ പോവാ. മേലേക്ക് സ്റ്റെപ്പ് കയറാം. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുക കമൻറ്റിൽ. പറയാൻ മറന്നുപോയി, ഞാൻ ഫസ്റ്റിന് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം നമ്മൾ ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ മേലത്തെ ഒരു സ്ഥലം. ഇവിടെ ഒരു റൂമുണ്ട്. അതാണ് അഖിലേട്ടൻ്റെ റൂം കേട്ടോ. ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. പിന്നെ ഈ ഒരു ബാത്റൂം നേരെ ആക്കിയിട്ടില്ല കേട്ടോ എന്നാലേ. പിന്നെ ഇപ്പുറത്തൊരു റൂമുണ്ട്. അതൊരു വർക്ക് ഏരിയ പോലെ, ചെറുതായിട്ട് റൂം, സാധാ റൂം പോലെ, കട്ടിലൊന്നും വെച്ചിട്ടില്ല, കട്ടയ്ക്കാണ്. പിന്നെ ഇപ്പുറത്തായിട്ട് ചെടികളുണ്ട്. നമുക്ക് താഴെ അവിടെ ചെടികളുണ്ട് തോന്നുന്നു, നോക്കാം. അതിൽ കൂടെ പോണ വണ്ടികളൊക്കെ കാണാൻ നമുക്ക് തൊണ്ണൂറ് മുക്കിൽ കൂടെ പോണ വണ്ടികൾ. ഏതോ നായ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. പിന്നെ ചെടികൾ നമ്മൾ താഴെ കണ്ട പോലത്തെ ചെടികൾ തന്നെ കേട്ടോ. ഇവിടെയും ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളപ്പൂവ് മേലെ പോയി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. അത് നമുക്ക് നമ്മൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയി, ഇപ്പോൾ 3 ചാനലാണ്. ശ്രീയ വ്ളോഗ്സ് പോയി. ശ്രീയ വ്ളോഗ്സിൽ 450 എത്രയോ സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സബ്സ്ക്രൈബ് ഇനിയും നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് സ്കൂളിൽ പൂട്ടിയപ്പോഴാണ് കേട്ടോ തുടങ്ങിയത്. ഇനിയും വീഡിയോസ് ഉണ്ടാവും. ബൈ.